നമ്മൾ നെക്സ്റ്റ് ഒരു തിയറാണ് നോക്കാൻ പോകുന്നത്. തിയറം 4. ഓക്കെ, റൂൾ ഫോർ ഇൻറ്റഗ്രേറ്റിംഗ് എ കോംപ്ലക്സ് കോൺസ്റ്റൻറ്റ് ടൈംസ് എ ഫംഗ്ഷൻ. ഓക്കെ, അതായത് ഫോർ എ കോംപ്ലക്സ് കോൺസ്റ്റൻറ്റ് z നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട് ഇൻ്റഗ്രൽ എ ടു ബി സെറ്റ് നോട്ട് ഇൻറ്റു ഡബ്ല്യു ഓഫ് ടി ഡി ടി ഈക്വൽ ടു സെറ്റ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി. അതായത് ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സാധാരണ നമ്മൾ റിയൽ കേസിൽ ചെയ്യുന്നത് പോലെ തന്നെ കോംപ്ലക്സ് കേസിലും ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതിനൊന്നും പ്രത്യേകിച്ച് ഇനി പ്രൂഫ് എഴുതേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നിങ്ങൾ z നോട്ടിന് പകരം എക്സ് നോട്ട് പ്ലസ് വൈ നോട്ട് കൊടുത്താൽ തന്നെ ആൻസറായി. ജസ്റ്റ് ഒന്ന് പറയാമെന്ന് മാത്രം. z നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട് കൊടുക്കുക. അതുപോലെ ഡബ്ല്യു ഓഫ് ടീനെ നമ്മൾ എന്താ കൊടുക്കാറ്? യു ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് ടി. എന്നിട്ട് രണ്ടും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ എ ടു ബി എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട് ഇൻറ്റു യു പ്ലസ് ഐ വി. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എക്സ് നോട്ട് ഇൻറ്റു യു മൈനസ് വൈ നോട്ട് ഇൻറ്റു വി പ്ലസ് ഐ ഇൻറ്റു വൈ നോട്ട് ഇൻറ്റു യു പ്ലസ് എക്സ് നോട്ട് ഇൻറ്റു വി എന്ന് വരും. 4 ടേംസ് വരും. ഓക്കെ, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റിയൽ പാർട്ട് നമ്മൾ എഴുതുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എക്സ് നോട്ട് യു മൈനസ് വൈ നോട്ട് വി ഡി ടി പ്ലസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി വൈ നോട്ട് യു പ്ലസ് എക്സ് നോട്ട് വി ഡി ടി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ഇനി നമ്മൾ റിയൽ കേസായി മാറി. എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ളതൊക്കെ റിയൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് നോട്ടിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. എക്സ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി യു ഡി ടി മൈനസ് വൈ നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി വി ഡി ടി പ്ലസ് ഐ ഇൻറ്റു വൈ നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി യു ഡി ടി പ്ലസ് എക്സ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി വി ഡി ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് വീണ്ടും എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ടിനെ ഔട്ട് സൈഡ് എടുത്താൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ എ ടു ബി യു ഡി ടി പ്ലസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി വി ഡി ടി എന്ന് എഴുതാം. ആ ടേംസിനെ വീണ്ടും ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇൻ്റഗ്രൽ എ ടു ബി സെഡ് നോട്ട് ഇൻറ്റു ഡബ്ല്യു ഓഫ് ടി ഡി ടി ഈക്വൽ ടു സെഡ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി. ഓക്കെ, അതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള തിയറംസ് തന്നെയാണ്. അതിൻ്റെ പ്രൂഫൊന്നും നമ്മൾ പറയുന്നില്ല. അതായത് ലിമിറ്റ്സിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. റിയൽ കേസിലെ പോലെ തന്നെ ഇതിലും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എന്നൊക്കെ തന്നെയാണ് ഇതിലും പറയുന്നത്. അതായത് ഇഫ് ഡബ്ല്യു വൺ ഓഫ് ടി ആൻഡ് ഡബ്ല്യു ടു ഓഫ് ടി ആർ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ് ദെൻ of a real variable t defined over a less than or equal to t less than or equal to b, then integral a to b w1 plus w2 of t dt equal to a to b നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഇൻ്റഗ്രൽ എ ടു ബി നമുക്ക് എന്ത് എഴുതാം? w1ന് മാത്രം എഴുതാം. w1 ഓഫ് ടി പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി w2 ടി ഡി ടി എന്ന് എഴുതാം. ഓക്കെ, അതായത് നമുക്ക് ആ രണ്ട് ഫംഗ്ഷൻസിനെയും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇൻ്റർവെലും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത തിയറം. അതായത് ഡബ്ല്യു ഓഫ് ടി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അതുപോലെ തന്നെ എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി, എക്കും ബിക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് സി എങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു സി. ആദ്യം എ ടു സി ചെയ്യുക, ഡബ്ല്യു ഓഫ് ടി ഡി ടി പ്ലസ് പിന്നെ സി ടു ബി ചെയ്യുക, ഡബ്ല്യു ഓഫ് ടി ഡി ടി. ഓക്കെ, ഇതൊക്കെ നമ്മൾ റിയൽ കേസിൽ ചെയ്യുന്ന അതേ റിസൾട്ടുകൾ തന്നെയാണ്. ഇനി നമ്മൾ വേറൊരു റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്താണെന്ന് നോക്കുകയാണ്. അതായത് ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ടീനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഇൻ്റഗ്രൽ എ ടു ബി യു ഓഫ് ടി ഡി ടി പ്ലസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി വി ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. ഇനി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത് എന്താ വെച്ചാൽ എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സ്മോൾ എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് അറ്റ് എവറി പോയിൻ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ആൻഡ് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ദെൻ ഇൻ്റഗ്രൽ എ ടു ബി സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് ആൻസർ. ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ആൻസർ കിട്ടുക. എഫ് ഓഫ് എക്സ് ലിമിറ്റ് എ ടു ബി കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്തെഴുതാം? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് എഴുതാം. അത് തന്നെ കോംപ്ലക്സ് കേസിൽ വരുമ്പോൾ എന്താണ് ചെയ്യാമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കോംപ്ലക്സ് കേസിൽ എഴുതുക? എങ്ങനെയാണ്? എക്സ്റ്റൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെ എഴുതാം? അത് ഇൻ്റഗ്രൽസിൽ നമ്മൾ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ എന്ത്? ഡബ്ല്യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി പ്ലസ് ഐ വി ഓഫ് ടി ആണ്. ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി, ക്യാപിറ്റൽ യു പ്ലസ് ക്യാപിറ്റൽ വി, അങ്ങനെയാണ് നമ്മൾ എടുക്കുക. ക്യാപിറ്റൽ യു പ്ലസ് ഐ ഇൻറ്റു ക്യാപിറ്റൽ വി, രണ്ടും ടിയിലുള്ള ഫംഗ്ഷൻസ് ആണ്. അത് രണ്ടും കണ്ടിന്യൂസ് ഓൺ ദി ഇൻ്റർവെൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് എടുക്കുന്നത്. അതായത് ക്യാപിറ്റൽ ഡബ്ല്യുവിൻ്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ ഡബ്ല്യു. ഓക്കെ, അപ്പോൾ തിരിച്ച് പറയുമ്പോൾ എന്താ? സ്മോൾ ഡബ്ല്യുവിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ ഡബ്ല്യു. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി ഈക്വൽ ടു ക്യാപിറ്റൽ ഡബ്ല്യു, അതാണ് ആൻറ്റി ഡെറിവേറ്റീവ്, ക്യാപിറ്റൽ ഡബ്ല്യു ഓഫ് ടി
ലിമിറ്റ് കൊടുക്കണം എ ടു ബി. അപ്പോൾ എന്ത് കിട്ടും? WB മൈനസ് WA എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കറിയാം W', അതായത് ക്യാപിറ്റൽ Wൻ്റെ ഡെറിവേറ്റീവാണ് സ്മോൾ w. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈ ഒരു ടേമിൻ്റെ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വരിക? ഡിഫറൻഷിയേറ്റ് ചെയ്യല്ല, രണ്ട് സൈഡിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഓക്കെ, W' എന്ന് പറയുന്നത് W ആണെന്ന് നമുക്കറിയാം. ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട, അത് ഓൾറെഡി W' എന്ന് പറഞ്ഞാൽ W ആണ്, ഡെറിവേറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിനും സബ്സ്റ്റിറ്റ്യൂഷൻ. W' എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാപിറ്റൽ W' എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? U' പ്ലസ് IV' ആയിരിക്കും. ക്യാപിറ്റൽ W' എന്ന് പറഞ്ഞാൽ എന്താ? U' പ്ലസ് IV' ആണ് വരിക. ഓക്കെ, ഈക്വൽ ടു സ്മോൾ w എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? U പ്ലസ് IV. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ U' പ്ലസ് I ഇൻറ്റു V' ഈക്വൽ ടു സ്മോൾ u പ്ലസ് I ഇൻറ്റു V എന്ന് എഴുതാനായിട്ട് പറ്റും. രണ്ട് സൈഡിലും ജസ്റ്റ് അതിൻ്റെ വാല്യൂ കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെഴുതാം? ക്യാപിറ്റൽ U' എന്ന് പറഞ്ഞാൽ സ്മോൾ u ആണ്, അതുപോലെ ക്യാപിറ്റൽ V' എന്ന് പറഞ്ഞാൽ സ്മോൾ v ആണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇൻ്റഗ്രൽ A ടു ബി W dt ഈക്വൽ ടു ഇൻ്റഗ്രൽ A ടു ബി W എന്ന് പറഞ്ഞാൽ എന്താ? U പ്ലസ് I V ആണ്. അതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ ഇൻ്റഗ്രൽ A ടു ബി U dt പ്ലസ് I ഇൻറ്റു ഇൻ്റഗ്രൽ A ടു ബി V dt എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ യുവിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ U. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ U ഇൻ്റഗ്രൽ A ടു ബി ലിമിറ്റ് കൊടുക്കുക. റിയൽ കേസിൽ അത് കറക്റ്റാണ്. പ്ലസ് I ഇൻറ്റു സ്മോൾ വിയുടെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ V. അപ്പോൾ ക്യാപിറ്റൽ V ഇൻറ്റു ഇൻ്റഗ്രൽ A ടു ബി ഫണ്ടമെൻ്റൽ തിയറം വെച്ച് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കൊടുക്കുമ്പോൾ U മൈനസ് U പ്ലസ് I ഇൻറ്റു V മൈനസ് V എന്ന് കിട്ടും. അതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ക്യാപിറ്റൽ U പ്ലസ് I ഇൻറ്റു V മൈനസ് ക്യാപിറ്റൽ U പ്ലസ് I ഇൻറ്റു V എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു U പ്ലസ് I V എന്ന് പറഞ്ഞാൽ എന്താ? WB ആണ്, മൈനസ് W എന്ന് എഴുതാൻ പറ്റും. അതായത് കോംപ്ലക്സ് കേസിലും അത് കറക്റ്റായിട്ട് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ഇൻറ്റഗ്രേഷൻ ചെയ്യാം. ആക്ച്വലി നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ അറിയാം. ഇത് അങ്ങനെയല്ല, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാമെന്നാണ് പറയുന്നത്. ഇൻ്റഗ്രൽ 0 ടു π/4 e⁻it dt. നമുക്ക് ആക്ച്വലി ഇതിനെ എന്ത് ചെയ്യാൻ അറിയാം? ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. എങ്ങനെയാണ്? e⁻it ഡിവൈഡഡ് ബൈ I എന്ന് എഴുതിയിട്ട് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. പക്ഷേ ഫണ്ടമെൻ്റൽ തിയറം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇങ്ങനെ ഒരു ടേം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ തൊട്ട് മുമ്പിലത്തെ ഫോർമുല വെച്ച് അങ്ങനെ ഒരു ടേം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എഴുതുക, എന്നിട്ട് ജസ്റ്റ് ലിമിറ്റ് കൊടുക്കുക. ആൻറ്റി ഡെറിവേറ്റീവ് എഴുതിയിട്ട് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് അറിയണം എന്താ ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്കറിയണം. e⁻it ആൻറ്റി ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയണം. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതോ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടേം കിട്ടേണ്ടത്. അത് ഏത് ഫംഗ്ഷനാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഈ e⁻it ഡെറിവേറ്റീവ് എന്താ വരിക? e⁻it ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു e⁻it ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഡെറിവേറ്റീവ് ഓഫ് മൈനസ് I ഇൻറ്റു e⁻it എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് I കോൺസ്റ്റൻ്റ് ആണ്. വീണ്ടും ഡെറിവേറ്റീവ് ഓഫ് e⁻it അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? e⁻it ഇൻറ്റു I എന്ന് വരും. ഐയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു -1 വരും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് സൈൻ ഉണ്ട്, അതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? e⁻it എന്ന് കിട്ടും. അപ്പോൾ ഏത് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് e⁻it എന്ന് കിട്ടിയത്? മൈനസ് I ഇൻറ്റു e⁻it ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് e⁻it കിട്ടിയത്. അതായത് e⁻it ഏത് ടേമിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്? മൈനസ് I ഇൻറ്റു e⁻it. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? e⁻it എന്ന് കിട്ടിയത്. ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? d/dt ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ടേമിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവാണ് ഏത്? മൈനസ് I ഇൻറ്റു e⁻it എന്ന് പറയുന്നത്. ഓക്കെ, മൈനസ് I ഇൻറ്റു e⁻it എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്. അപ്പോൾ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ആൻറ്റി ഡെറിവേറ്റീവിൽ ലിമിറ്റ് കൊടുത്താൽ മതി. ആൻറ്റി ഡെറിവേറ്റീവ് ഇതാണ്, അതിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ് 0 ടു π/4. ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഫൈനൽ ആൻസർ മാത്രം വായിക്കാം. ജസ്റ്റ് നമുക്ക് ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ e⁻i പ്ലസ് I എന്നാണ് വരിക. e⁻i എന്ന് പറഞ്ഞാൽ എന്താ? cos π/4 പ്ലസ് I sin π/4. അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ 1/√2 പ്ലസ് I ഇൻറ്റു 1 മൈനസ് 1/√2 എന്ന് കിട്ടും. ഓക്കെ, അതാണ് വരും. ഇനി
നമ്മൾ ഡെറിവേറ്റീവിൻ്റെ കേസിൽ പറഞ്ഞു മീൻ വാല്യൂ തിയറം എന്ത് ചെയ്യണമെന്നില്ല, കോംപ്ലക്സ് കേസിൽ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അതേപോലെ തന്നെ ഇൻ്റഗ്രലിൻ്റെ കേസിലും അത് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദി ഫംഗ്ഷൻ w of t ഈക്വൽ ടു e റൈസ് ടു it ആൻഡ് ദ ഇൻ്റർവൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ഇതിൻ്റെ ഇടയിൽ ഒരു c കണ്ടുപിടിക്കാൻ പറ്റില്ല സച്ച് ദാറ്റ് ഇൻ്റഗ്രൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഇതിൻ്റെ എക്കും ബിക്കും ഇടയിൽ ഒരു സി കണ്ടുപിടിക്കാൻ പറ്റില്ല സച്ച് ദാറ്റ് ഇൻ്റഗ്രൽ 0 to 2π w of t dt ഈക്വൽ ടു w of c ഇൻറ്റു b മൈനസ് എ. b മൈനസ് എ എന്ന് പറഞ്ഞാൽ 2π മൈനസ് 0. ഇങ്ങനെ ഒരു സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. ഇൻ്റഗ്രൽ 0 to 2π w of t dt ഈക്വൽ ടു, അതായത് ലെഫ്റ്റ് സൈഡ് എന്താ വരിക എന്ന് നോക്കുകയാണ്. ലെഫ്റ്റ് സൈഡ് എന്താ വരിക, ഇൻ്റഗ്രൽ 0 to 2π w of t dt എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 2π e റൈസ് ടു it dt. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റൊക്കെ കൊടുക്കുമ്പോൾ ആൻസർ 0 എന്നാണ് വരിക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താ വന്നത്, 0 എന്നാണ്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് ചെയ്ത് നോക്കാം. w of c ഇൻറ്റു 2π മൈനസ് 0. അവിടെ ബിയുടെ വാല്യൂ 2π ആണ്, എയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ സി, അങ്ങനെ ഒരു സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. റൈറ്റ് സൈഡ് നോക്കുമ്പോൾ സി കിടക്കുന്നത് ഏതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ്, എക്കും ബിക്കും ഇടയിലാണ്. ഓക്കെ, അതായത് 0നും 2πനും ഇടയിലാണ് ഏത് കിടക്കുന്നത്, സി എന്ന വാല്യൂ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് മോഡുലസ് എടുത്ത് നോക്കുകയാണ്. മോഡുലസ് ഓഫ് w ഓഫ് സി ഇൻറ്റു 2π മൈനസ് 0 എന്താ വരണതെന്നൊന്ന് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, w ഓഫ് ടി ഇ റൈസ് ടു it ആയിരുന്നു. അപ്പോൾ w ഓഫ് സി എന്താ വരിക, ഇ റൈസ് ടു ic വരും. ഓക്കെ, ഇൻറ്റു 2π. അപ്പോൾ അതിൻ്റെ മോഡുലസ് ആണ് വരിക. ഇ റൈസ് ടു ഐസിയുടെ മോഡുലസ് എന്താ വരിക, ഇ റൈസ് ടു ഐ സി എന്ന് പറഞ്ഞാൽ കോസ് സി പ്ലസ് ഐ സൈൻ സി ആണ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് എന്താ വരിക, സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ സി പ്ലസ് സൈൻ സ്ക്വയർ സി. അപ്പോൾ 1 എന്നാണ് വരിക. ഓക്കെ, 1 ഇൻറ്റു 2π എന്താ വരിക, 2π എന്നാണ്. അതായത് ഒരിക്കലും ഈ റൈറ്റ് സൈഡിൻ്റെ മോഡുലസ് എന്താവുന്നില്ല, 0 ആവുന്നില്ല. ഇതെപ്പോഴും 2π ആണ് വരിക. പക്ഷേ ഇത് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മീൻ വാല്യൂ തിയറം ഫോർ ഇൻ്റഗ്രൽസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ നമ്മുടെ കഴിയാണ്. ഇതിൽ വരാവുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡെറിവേറ്റീവ് കാണാനും ഇൻ്റഗ്രേഷൻ ചെയ്യാനുമാണ്. ഡയറക്റ്റ് റിയൽ പാർട്ട് ചെയ്യണ പോലെ ഈ കോംപ്ലക്സ് കോൺസ്റ്റൻറ്റും വെച്ചിട്ടും എല്ലാ കോംപ്ലക്സ് കേസിലും അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ആകെ കൂടി സാറ്റിസ്ഫൈ ചെയ്യാത്തത് ഏത് മാത്രമാണ്, മീൻ വാല്യൂ തിയറത്തിൻ്റെ കേസിൽ മാത്രമാണ് ഒരു കോൺട്രഡിക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് സെക്ഷനാണ്. എന്താണ് ആർക്ക്, എന്താണ് ഒരു ക്ലോസ്ഡ് ആർക്ക്, എന്താണ് ഒരു സിമ്പിൾ ആർക്ക്, അതുപോലെ തന്നെ എന്താണ് ഒരു കോണ്ടൂർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിയൽ കേസിൽ നമ്മൾ എന്താണ് ആർക്ക് എന്നൊക്കെ പഠിച്ചത് തന്നെയാണ്. അതൊക്കെ തന്നെയാണ് കോംപ്ലക്സ് കേസിലും ആർക്ക് എന്ന് പറയുന്നത്. എൻ ആർക്ക് സി ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ ഈസ് ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് സെഡ്. ഓക്കെ, സെറ്റ് ഓഫ് പോയിൻറ്റ്സ് സെഡ്, സെഡിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, കുറേ പോയിൻറ്റ്സ് ചേർത്ത് വെച്ചിട്ടാണ് നമുക്കൊരു ആർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. z ഈക്വൽ ടു എങ്ങനെയായിരിക്കണം, xy, വേർ x ഈക്വൽ ടു x ഓഫ് ടി ആൻഡ് y ഈക്വൽ ടു y ഓഫ് ടി, a ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു b, വേർ x ഓഫ് ടി ആൻഡ് y ഓഫ് ടി ആർ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓഫ് റിയൽ പാരാമീറ്റർ t. ഓക്കെ, അങ്ങനെയുള്ള സെഡുകളുടെ ഒരു സെറ്റ് ഓഫ് പോയിൻറ്റ്സ് കൂട്ടിച്ചേർന്ന് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഒരു ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ z ഈക്വൽ ടു സെഡ് ഓഫ് ടി ആണെങ്കിൽ സെഡ് ഓഫ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി എന്ന് എഴുതാം. അതിൽ ടിയുടെ വാരിയേഷൻ തന്നിരിക്കുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇനി ടി ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ, ദ സെൻസ് ഓഫ് ഇൻക്രീസിങ് ടി ഈസ് കോൾഡ് പോസിറ്റീവ് സെൻസ്. ഏത് ഡയറക്ഷനിലാണോ ടി ഇൻക്രീസ് ചെയ്യുന്നത് ആ ഡയറക്ഷനെ നമുക്ക് ആ കർവിൻ്റെ പോസിറ്റീവ് സെൻസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഒരു സിമ്പിൾ ആർക്ക്, അതല്ലെങ്കിൽ ഒരു ജോർദാൻ ആർക്ക് എന്താണെന്ന് നോക്കാം. അതായത് ജോർദാൻ ആർക്ക് അല്ലെങ്കിൽ സിമ്പിൾ ആർക്ക് ഒരിക്കലും ക്രോസ് ചെയ്യില്ല. അതായത് സിമ്പിൾ ആർക്കാണെങ്കിൽ ജോർദാൻ ആർക്കാണെങ്കിൽ എപ്പോഴും ഇതിങ്ങനെ ഇങ്ങനെ പോവുള്ളൂ. അതായത് ഒരിക്കലും ഇങ്ങനെ ക്രോസ് ചെയ്ത് അത് പോവില്ല. ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാത്തതാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ആർക്ക് എന്ന് പറയുന്നത്. ഇൻ ആർക്ക് സി ഈസ് എൻ സിമ്പിൾ ആർക്ക് ഓർ ജോർദാൻ ആർക്ക് ഇഫ് ഇറ്റ് ഡസ് നോട്ട് ക്രോസ് ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോക്കുക വെച്ചാൽ സെഡ് ഓഫ് T1 നോട്ട് ഈക്വൽ ടു സെഡ് ഓഫ് T2 വെൻ T1 നോട്ട് ഈക്വൽ ടു T2. T1ഉം T2ഉം ഈക്വൽ ആവുന്ന കേസിൽ മാത്രമേ എന്താ ഈക്വൽ ആവുള്ളൂ, സെഡ് ഓഫ് T1ഉം സെഡ് ഓഫ് T2ഉം ഈക്വൽ ആവുള്ളൂ. അതായത് സെഡ് ഓഫ് T1 സെഡ് ഓഫ് T2നോട് ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, T1 T2നോട് ഈക്വൽ അല്ലെങ്കിൽ ഒരിക്കലും എന്താവില്ല, സെഡ് ഓഫ് T1 സെഡ് ഓഫ് T2നോട് ഈക്വൽ ആവില്ല. ഓക്കെ, ഇനി ഈ സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, അതിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കർവിനെ നമുക്ക് ക്ലോസ്ഡ് കർവ് എന്ന് പറയാം. വെൻ ദ ആർക്ക് സി ഈസ് സിമ്പിൾ എക്സെപ്റ്റ് ഫോർ ദ ഫാക്ട് ദാറ്റ് സെഡ് ഓഫ് ബി ഈക്വൽ ടു സെഡ് ഓഫ് എ, വി സേ ദാറ്റ് സി ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഓർ ജോർദാൻ
കർവ്. ഓക്കെ, എന്താ പറയുന്നത്? ദ ആർക്ക് സി ഈസ് സിമ്പിൾ എക്സെപ്റ്റ് ഫോർ ദ ഫാക്ട് ദാറ്റ് സെഡ് ഓഫ് ബി ഈക്വൽ ടു സെഡ് ഓഫ് എ. അതായത് ക്ലോസ്ഡ് ഇനീഷ്യൽ പോയിന്റിലും ഫൈനൽ പോയിന്റിലും മാത്രം എന്താവുന്നു? സെഡ് ഓഫ് ബിയും സെഡ് ഓഫ് ബിയും ഈക്വൽ ആവും. സെഡ് ഓഫ് ബിയും സെഡ് ഓഫ് എയും ഈക്വൽ ആവുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സീനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ക്ലോസ്ഡ് കർവ് അല്ലെങ്കിൽ ജോർദാൻ കർവ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. സിമ്പിൾ ക്ലോസ്ഡ് കർവ് അല്ലെങ്കിൽ ജോർദാൻ കർവ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്നൊരു എക്സാമ്പിൾ നോക്കി വെക്കാം. സെഡ് ഈക്വൽ ടു x plus ix when 0 less than or equal to x less than or equal to 1, and it is equal to z plus I when 1 less than or equal to x less than or equal to 2. ഇതെങ്ങനെ വരയ്ക്കാം? ഇതിലാദ്യം തന്നെ 0നും 1നും ഇടയിലാകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള എക്സ് പ്ലസ് ഐ എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ വരിക? 0 പ്ലസ് I0, അതായത് 0 തന്നെയാണ് ആ പോയിന്റ് വരിക. ഓക്കെ, പിന്നെ 1 കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? 1 പ്ലസ് ഐ എന്നാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ കർവ് എവിടെ മുതൽ എവിടം വരെയാണ്? 0 മുതൽ 1 പ്ലസ് ഐ വരെയാണ് വരുന്നത്. ഓക്കെ, 0 മുതൽ 1 പ്ലസ് ഐ വരെ. അടുത്ത പോയിന്റ് എന്താ? 1 മുതൽ 2 വരെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് ഐ ആണ്, 2 കൊടുക്കുമ്പോൾ 2 പ്ലസ് ഐ ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. 0 മുതൽ 1 വരെ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരും. അതുപോലെ തന്നെ 1 പ്ലസ് ഐ മുതൽ 2 പ്ലസ് ഐ വരെ വേറൊരു ലൈൻ സെഗ്മെൻറ്റാണ് വരിക. അപ്പോൾ ഇത് എന്ത് കർവാണ്? ഇതെന്ത് ആർക്കാണ്? ഇതൊരു സിമ്പിൾ ആർക്കിന് എക്സാമ്പിളാണ്. കാരണം അത് ഒരിക്കലും ക്രോസ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു സിമ്പിൾ ആർക്കാണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു യൂണിറ്റ് സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ സിമ്പിൾ ആർക്കാണ്. ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പോളാർ ഫോമിൽ എങ്ങനെ എഴുതാം? z ഈക്വൽ ടു സാധാരണ r e റൈസ് ടു ഐ തീറ്റ. r e റൈസ് ടു ഐ തീറ്റയിൽ r റേഡിയസ് 1 ആയതുകൊണ്ടാണ് ഇവിടെ e റൈസ് ടു ഐ തീറ്റ എന്ന് എഴുതിയത്. ഓക്കെ, e റൈസ് ടു ഐ തീറ്റ ഇങ്ങനൊരു നൊട്ടേഷൻ ശ്രദ്ധിക്കണം. z ഈക്വൽ ടു z നോട്ട് പ്ലസ് r e റൈസ് ടു ഐ തീറ്റ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഈ z നോട്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റേഡിയസ് ആയിട്ട് വരിക. z നോട്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സെൻറ്റർ ആയിട്ട് വരിക. r എന്ന് പറയുന്നതാണ് റേഡിയസ് ആയിട്ട് വരിക. തീറ്റ എന്ന് പറയുന്നത് ഏത് ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്യണത് എന്നുള്ളതാണ് ഇവിടെ തീറ്റ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ z നോട്ട് എന്ന് പറയുന്നത് സെൻറ്റർ ആണ്, r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ z നോട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 0 ആണ് സെൻറ്റർ ആയിട്ട് വരുന്നത്. 0 സെൻറ്ററും പിന്നെ r എന്ന് പറഞ്ഞാൽ 1ഉമാണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് റേഡിയസ് ആണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിൾ എങ്ങനെയുള്ള സർക്കിളാണ് വരുന്നത്? റേഡിയസ് 1 ആയിട്ട് വരുന്ന ഒരു സർക്കിളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ശ്രദ്ധിക്കണം. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാരിയേഷൻ 0 to 2π വരെയാകുമ്പോൾ ഇതൊരു ക്ലോസ്ഡ് കർവാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പറയുക. ഓക്കെ, അപ്പോൾ z ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ ശ്രദ്ധിക്കുക. അതൊരു യൂണിറ്റ് സർക്കിളാണ്. സെൻറ്റർ 0 ആണ്, റേഡിയസ് 1 ആണ്. അതിൻ്റെ ആംഗിൾ, റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ഈ കർവിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ കർവ് വരയ്ക്കുക. അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് എന്ത് പോവുക? കർവ് പോവുക. ഇങ്ങനത്തെ ഒരു ഡയറക്ഷനിലാണ് കർവ് പോകുന്നത്. ഓക്കെ, ഇനി അപ്പോൾ തോന്നാം ഇങ്ങനൊരു കർവ്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു എഴുതിയേക്കണം നോക്കൂ. z നോട്ട് പ്ലസ് r ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ. ഇതാ z നോട്ട് പ്ലസ് r ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ. അപ്പോൾ ആ ഫിഗറിനെ നമ്മളെങ്ങനെ വരിക്കും? z നോട്ട് എന്ന് പറഞ്ഞാൽ സെൻറ്റർ മാറും. ഓക്കെ, 0യിൽ നിന്ന് സെൻറ്റർ z നോട്ടിലേക്ക് മാറും. റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R ആണ് റേഡിയസ് ആയിട്ട് വരുന്നത്. അവിടെയും ഓറിയൻറ്റേഷൻ ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ വരുന്നത്. ഇനി തിരിച്ചാണെങ്കിലോ z ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് വരികയാണെങ്കിലോ അപ്പോൾ കർവ് ട്രേസ് ചെയ്തത് ഇതേ സെയിം സംഭവം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ മാറും. ഏത് ഡയറക്ഷനിലായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതേ സെയിം സാധനം തന്നെ എന്തായിട്ട് വരും? യൂണിറ്റ് സർക്കിൾ തന്നെ, സെൻറ്ററിനൊന്നും മാറ്റില്ല. പക്ഷേ ഇവിടെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ട് മാറും. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റയ്ക്ക്. ഓക്കെ, അപ്പോൾ z ഈക്വൽ ടു ഇ റൈസ് ടു ഐ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? z ഈക്വൽ ടു ഇ റൈസ് ടു ഐ 2 തീറ്റ. ഇവിടെ വരുമ്പോൾ സെൻറ്റർ എന്ത് തന്നെയാണ് വരുന്നത്? 0 തന്നെയാണ് വരുന്നത്. റേഡിയസ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ് വരിക. പക്ഷേ ഇ റൈസ് ടു ഐ 2 തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 2 പ്രാവശ്യം കറങ്ങുന്നുണ്ട്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം. ഓക്കെ, the circle is traversed twice in the counter clockwise direction. e raised to I 2 theta എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യമാണത് കറങ്ങുന്നത്. ഇനി എന്താണ് ഒരു ഡിഫറൻഷ്യബിൾ ആർക്ക് എന്നാണ് പറയുന്നത്. അത് ഡിഫറൻഷ്യബിൾ ആർക്കാണ് ആവണമെങ്കിൽ z ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി എന്ന് എഴുതാം. അതിലെ എക്സ് ഓഫ് ടിയുടെയും വൈ ഓഫ് ടിയുടെയും
ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റണം. അതായത് എക്സ് ഡാഷ് ഓഫ് ടിയും വൈ ഡാഷ് ഓഫ് ടിയും എക്സിസ്റ്റ് ചെയ്യണം. മാത്രമല്ല അതെന്തായിരിക്കുകയും കൂടി വേണം, കണ്ടിന്യൂസ് ആവും കൂടി വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഫറൻഷ്യബിൾ ആർക്ക് എന്ന് പറയും. ഓക്കെ, എന്താണ് പറയുന്നത്, സെഡ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി യൂസ് ടു ഡിസ്ക്രൈബ് ആൻ ആർക്ക് സി ദാറ്റ് x dash of t and y dash of t exist and are continuous throughout the entire interval a less than or equal to t less than or equal to b. ഓക്കെ, അതായത് അപ്പോൾ ആ സീനെ നമുക്ക് എന്ത് വിളിക്കാം, ഡിഫറൻഷ്യബിൾ ആർക്ക് എന്ന് വിളിക്കാം. സെഡ് ഓഫ് ടിയിലെ കമ്പോണൻസ് ഡിഫറൻഷ്യബിൾ ആവുകയും വേണം, അത് എന്ത് ചെയ്യും വേണം, കണ്ടിന്യൂസ് ആവുകയും വേണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്തിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ലെങ്ത് ഓഫ് ദി ആർക്ക് ഈസ് ഡിഫൈൻഡ് ബൈ മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി ആണ് വരിക. മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി, മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ മോഡുലസ് അല്ല, മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി എന്താണെന്ന് പറഞ്ഞാൽ, ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ആ മോഡുലസ് വാല്യൂവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വരിക, ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ശ്രദ്ധിക്കുക, ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക, ലെങ്ത് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ആർക്ക് സെഡ് ഓഫ് ടി ഈക്വൽ ടു ടി ട്രാവേഴ്സ് ചെയ്യുന്നത് എ ടു ബി ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. അപ്പോൾ അതിൽ സെഡ് ഡാഷ് ഓഫ് ടി എന്താണെന്ന് നോക്കാം. സെഡ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഡാഷ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഡാഷ് ഓഫ് ടി ആണ്. അപ്പോൾ മോഡുലസ് സെഡ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ സെഡ് ഡാഷ് ഓഫ് ടി കണ്ടതിന് ശേഷം അതിൻ്റെ മോഡുലസ് കാണുക, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ ആർക്കിൻ്റെ ലെങ്ത്ത് കിട്ടുക. ഓക്കെ, ഇനി ആർക്കിൻ്റെ ലെങ്ത്ത് ഈ രീതിയിൽ തന്നെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആർക്കിൻ്റെ ലെങ്ത്ത് വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അതായത് ഈ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫോർമുല മാറും. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ ഫോർമുല ഓർത്തിരിക്കുക, എന്തായിരുന്നു, ഇൻ്റഗ്രൽ എ ടു ബി സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇനി നമുക്ക് തരുന്ന ഫോർമുല ഇങ്ങനെയാണ്. അതായത് ഇവിടെ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫൈ ഓഫ് ടോ ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ടീനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ടി ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ടോ, ടോയിൻ്റെ വാരിയേഷൻ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ. ഫൈ എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീൻ്റെ വാരിയേഷൻ എ ടു ബി ആണ്, ടോയിൻ്റെ വാരിയേഷൻ ആൽഫ ടു ബി ആണ്. ഫൈ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഈ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഫൈ ഡാഷ് ഓഫ് ടീനെ നമുക്ക് ഗ്രേറ്റർ ദാൻ സീറോ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെങ്ത്തിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ലെങ്ത് ഇസ് ഈക്വൽ ടു ടോയിൻ്റെ വാരിയേഷൻ, അതായത് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ഫൈ ഓഫ് ടോ ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടോ ഡി ടോ. അങ്ങനെ എഴുതാം. അങ്ങനെയാണ് പറഞ്ഞത്, L is equal to integral alpha to beta modulus of z dash of phi of tau into phi dash of tau d tau. അതെങ്ങനെയാണ് വരണത് വെച്ചാൽ, ജസ്റ്റ് ഈ Z എന്നുള്ളതിനെ ക്യാപിറ്റൽ സെഡ് ഓഫ് ടോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. സെഡിനെ എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ക്യാപിറ്റൽ സെഡ് ഓഫ് ടോ. ഓക്കെ, ക്യാപിറ്റൽ സെഡ് ഓഫ് ടോ എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ സെഡ് ഓഫ് ഫൈ ഓഫ് ടോ. ഓക്കെ, അങ്ങനെയാണ് ക്യാപിറ്റൽ സെഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ക്യാപിറ്റൽ സെഡ് സ്മോൾ സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഓഫ് ടോ ആണ്. ആ സെഡ് ഓഫ് ടോനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, സ്മോൾ സെഡ് ഓഫ് ഫൈ ഓഫ് ടോ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ സെഡ് ഡാഷ് എന്താ വരിക, ക്യാപിറ്റൽ സെഡ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, സെഡ് ഡാഷ് ഓഫ് ഫൈ ഓഫ് ടോ, അതായത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. നമ്മൾ കോസ് 2x എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, കോസ് 2x എന്ന് പറഞ്ഞാൽ ആദ്യം കോസിൻ്റെ ഡെറിവേറ്റീവ് എഴുതും, പിന്നെ 2xൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ കോസ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, കോസ് 2xൻ്റെ എന്ത് എഴുതും, മൈനസ് സൈൻ 2x, പിന്നെ സൈൻ 2xൻ്റെ ഇൻറ്റു 2. അതേപോലെ തന്നെയാണ് സെഡ് ഡാഷ് ഓഫ് ടോ എന്ന് പറഞ്ഞാൽ സെഡ് ഓഫ് ഫൈ ഓഫ് ടോ എന്നാണ്. അപ്പോൾ ആദ്യം സെഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, സെഡ് ഡാഷ് ഓഫ് ഫൈ ഓഫ് ടോ ഇൻറ്റു പിന്നെ ഫൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ ഫൈ ഡാഷ് ഓഫ് ടോ എന്ന് വരും. അപ്പോൾ നേരത്തെ ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി, L is equal to integral a to b modulus of z dash of tau, modulus of z dash of tau dt എന്നാണ് വരിക. അപ്പോൾ അതിൽ z dash ഓഫ് ടോയിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പോൾ എന്താ വരിക, പിന്നെ അപ്പോൾ ടോയിൻ്റെ വേരിയേഷൻ കൊടുക്കണം. ടോയിൻ്റെ വേരിയേഷൻ കൊടുക്കുമ്പോൾ ആൽഫ ടു ബീറ്റ സെഡ് ഡാഷ് ഓഫ് ഫൈ ഓഫ് ടോ ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടോ ഡിറ്റോ. ഓക്കെ, അപ്പോൾ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ലെങ്ത്തിൻ്റെ ഫോർമുല യുണീക്ക് അല്ല, നമ്മൾ പാരാമെട്രിക് ഫോം റെപ്രസെൻറ്റേഷൻ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഫോർമുല നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ
ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി. അതൊരു ആർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യണം. സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യബിൾ ആർക്കിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? സെഡ് ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി. എന്താ കാണുക? സെഡ് ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി. ഓക്കെ. ഇനി എന്താണ് സ്മൂത്ത് കർവ് എന്ന് പറയുന്നതിനാണ് പറയുന്നത്. എന്താണ് സ്മൂത്ത് കർവ്? ഒരു കർവ് സ്മൂത്ത് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ആ ഒരു പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവുന്നത് സ്മൂത്ത് ആവുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്ന കർവിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു സ്മൂത്ത് കർവ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാത്തമാറ്റിക്കലി പറയുമ്പോൾ ശരിയാവില്ല. അപ്പോൾ മാത്തമാറ്റിക്കലി പറയുമ്പോൾ അത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സെഡ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു കർവ് സ്മൂത്ത് ആവണമെങ്കിൽ അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. സെഡ് ഡാഷ് ഓഫ് ടി ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. ആ ഡെറിവേറ്റീവ് ഒരിക്കലും എന്താവാൻ പാടില്ല? സീറോ ആവാനായിട്ട് പാടില്ല. ഓക്കെ. വിച്ച് ഡസ് നോട്ട് വാനിഷ് ഫോർ എനി വാല്യൂ ഓഫ് ടി. That is, the arc has continuously turning tangent and then the arc is said to be smooth. അതായത് ഇതിൽ ഓരോ പോയിന്റിലും അതിൻ്റെ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി എന്തായിരിക്കണം? കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ടാൻജൻറ്റ് വരും. അതാണ് സ്മൂത്ത് കർവിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്മൂത്ത് കർവിൻ്റെ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ പറയാം? ഇഫ് ദ നമ്മൾ കർവിലല്ല ആർക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇഫ് ദ ആർക്ക് ഗിവൺ ബൈ ദി ഫംഗ്ഷൻ സെഡ് ഓഫ് ടി has continuous derivative z dash of t. z dash of t എക്സിസ്റ്റ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. മാത്രമല്ല വിച്ച് ഡസ് നോട്ട് വാനിഷ് ഫോർ എനി വാല്യൂ ഓഫ് ടി. അതൊരിക്കലും സീറോ ആകാൻ പാടില്ല. ആൻഡ് ദ ആർക്ക് ഹാസ് കണ്ടിന്യൂസ്ലി ടേണിംഗ് ടാൻജൻറ്റ് ആൻഡ് ദെൻ ദ ആർക്ക് ഈസ് സെഡ് ടു ബി സ്മൂത്ത്. ഓക്കെ. ഇനി എന്താണ് ഒരു കോണ്ടൂർ എന്ന് പറയണം? കോണ്ടൂർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മൾ സ്മൂത്ത് ആർക്കുകൾക്ക് എക്സാമ്പിൾ പറഞ്ഞു. സ്മൂത്ത് ആർക്കുകൾ എന്താണെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കുറേ സ്മൂത്ത് ആർക്കുകൾ, ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്മൂത്ത് ആർക്കുകൾ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ കോണ്ടൂർ എന്ന് പറയുന്നത്. സ്മൂത്ത് ആർക്കുകൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്മൂത്ത് ആർക്കുകൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു കോണ്ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടൂറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ കോണ്ടൂർ ഓർ പീസ് വൈസ് സ്മൂത്ത് ആർക്ക് ഈസ് an arc consisting of a finite number of smooth arcs joined end to end. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ സ്മൂത്ത് ആർക്കുകൾ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കോണ്ടൂർ കിട്ടും. ഓക്കെ. അപ്പോൾ കോണ്ടൂർ ഈസ് എ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്മൂത്ത് ആർക്ക് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ z ഈക്വൽ ടു സെഡ് ഓഫ് ടി, a ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി represents a contour. Then z of t is continuous, whereas its derivative z dash of t is piecewise continuous. അപ്പോൾ z ഈക്വൽ ടു സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് കോണ്ടൂർ ആവണമെങ്കിൽ സെഡ് ഓഫ് ടി എങ്ങനെയായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയായിരിക്കണം? പീസ് വൈസ് കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ. ഇതിൻ്റെ ഫിഗർ നമ്മൾ നോക്കിയതായിരുന്നു. സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ എക്സ് വെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതുപോലെ എക്സ് പ്ലസ് ഐ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. നേരത്തെ നമ്മളിതിൻ്റെ ഫിഗർ വരച്ചതാണ്. എങ്ങനെയായിരുന്നു? 0യിൽ നിന്ന് 1 പ്ലസ് ഐയിലേക്കൊരു സ്ട്രൈറ്റ് ലൈൻ, അതുപോലെ തന്നെ 1 പ്ലസ് ഐയിൽ നിന്ന് 2 പ്ലസ് ഐയിലേക്കൊരു സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ. അപ്പോൾ അതിന് സിമ്പിൾ ആർക്കിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ പോളിഗണൽ പാത്ത് ശരിക്കും എന്ത് തന്നെയാണ്? ഒരു കോണ്ടൂർ ആണെന്ന് പറയാം. കാരണം രണ്ട് സ്മൂത്ത് കർവിൻ്റെ ജോയിൻ ആണ് ഇത് വരുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു കോണ്ടൂർ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. മാത്രമല്ല അതിൻ്റെ ഡെറിവേറ്റീവ് കാണുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 1 പ്ലസ് ഐ വെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1നും 2നും ഇടയ്ക്ക് 1 എന്നാണ് അതിൻ്റെ ഡെറിവേറ്റീവ് വരിക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ കണ്ടിന്യൂസ് ആവണമെന്ന് നിർബന്ധമില്ല. പീസ് വൈസ് കണ്ടിന്യൂസ് ആയാൽ മതി. അതായത് 0 to 1 വരെ കണ്ടിന്യൂസ് ആണ്, അതുപോലെ 1 to 2 വരെയും കണ്ടിന്യൂസ് ആണ്. മൊത്തത്തിൽ കണ്ടിന്യൂസ് ആണെന്ന് നിർബന്ധമില്ല. പീസ് വൈസ് കണ്ടിന്യൂസ് ആയാൽ മതി. ഇനി എന്താണ് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ? അപ്പോൾ കോണ്ടൂർ എന്താണെന്ന് നമുക്കറിയാം. സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആവണമെങ്കിൽ നമുക്ക് എന്തും കൂടി അറിഞ്ഞാൽ മതി? ഇനീഷ്യൽ വാല്യൂം ഫൈനൽ വാല്യൂം എന്തായാൽ മതി? സെയിം ആയാൽ മതി. അപ്പോൾ നമ്മൾ അത് ക്ലോസ്ഡ് ആയിട്ട് കിട്ടും. അതായത് വെൻ ഓൺലി ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂസ് ഓഫ് സെഡ് ഓഫ് ടി ആർ സെയിം ദെൻ എ കോണ്ടൂർ സി ഈസ് കോൾഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. ഒരു കോണ്ടൂർ ക്ലോസ്ഡ് ആവണമെങ്കിൽ ഇതിൻ്റെ ഇനീഷ്യൽ വാല്യൂം എന്തായിരിക്കണം? ഫൈനൽ വാല്യൂം എന്തായിരിക്കണം? സെയിം ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ക്ലോസ്ഡ് കോണ്ടൂർ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ. സെഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ. അത് യൂണിറ്റ് സർക്കിളാണെന്ന് നമ്മൾ പറഞ്ഞു.
അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സെൻറ്റർ എന്ന് പറഞ്ഞാൽ 0 0 എന്നുള്ളൊരു പോയിൻ്റാണ് വരുന്നത്. അബൌട്ട് ദി ഒറിജിൻ ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. അതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ്. ഓറിയൻറ്റഡ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, കൗണ്ടർ ക്ലോക്ക് ഡയറക്ഷനിലാണ് അത് പോകുന്നത്. ഓക്കെ, ഇനി അതൊരു ക്ലോസ്ഡ് കോണ്ടൂറാന്ന് പറയാൻ കാരണം എന്താ? സെഡ് ഓഫ് തീറ്റ എന്ന് നമുക്ക് വിളിക്കാം. സെഡ് ഓഫ് തീറ്റ ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റയാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കാണുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഐ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും എന്താ വരിക? ഇനീഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ സെഡ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇ റൈസ് ടു ഐ 0 കേട്ടോ. ഇ റൈസ് ടു ഐ 0 എന്ന് പറഞ്ഞാൽ എന്താ? കോസ് 0 പ്ലസ് ഐ സൈൻ 0. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, സൈൻ 0 0 ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? 1 എന്ന് വരും. അതേപോലെ സെഡ് ഓഫ് 2π എൻഡ് പോയിന്റ്. സെഡ് ഓഫ് 2π എന്താ വരിക? ഇ റൈസ് ടു ഐ 2π എന്ന് വരും. ഇ റൈസ് ടു ഐ 2π എന്ന് പറഞ്ഞാൽ എന്താ? കോസ് 2π പ്ലസ് ഐ സൈൻ 2π. കോസ് 2π എന്ന് പറഞ്ഞാൽ 1 ആണ്, ഐ സൈൻ 2π എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ കോസ് 2π 1 ആയതുകൊണ്ട് ഇനീഷ്യൽ വാല്യൂംസ് 1 ആണ്, ഫൈനൽ വാല്യൂം 1 ആണ്. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറയാം? ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണെന്ന് പറയാം. ഒരു യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. അതുപോലെ നേരത്തെ പറഞ്ഞ സെറ്റ് നോട്ട് പ്ലസ് ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ. അതിൽ സെൻറ്റർ കുറച്ചങ്ങോട്ട് മാറി സെറ്റ് നോട്ട് എന്നുള്ള പോയിന്റിലേക്ക് ആയി എന്നേ പറയാനുള്ളൂ. അതുപോലെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അതും എന്ത് തന്നെയാണ്? ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണെന്ന് പറയാം. അതുപോലെ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക, റെക്റ്റാങ്കിൾ വരയ്ക്കുക, ഇതെല്ലാം ക്ലോസ്ഡ് ആണ്, സിമ്പിളാണ്, ഒന്നും ക്രോസ് ചെയ്യുന്നില്ല, സിമ്പിളാണ്, ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ അത് എന്താണ്? ഒരു കോണ്ടൂറാണെന്നും പറയാം. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള കർവുകളുടെ ജോയിൻ ആണ്. അപ്പോൾ അതെല്ലാം കോണ്ടൂറാണ്. അപ്പോൾ ട്രയാങ്കിൾ, ക്ലോസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക, ട്രയാങ്കിളും റെക്റ്റാങ്കിളും അതിൻ്റെയൊക്കെ ബൗണ്ടറി മാത്രം കേട്ടോ. ബൗണ്ടറി മാത്രം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആണ്. പിന്നെ എന്താണ്? സ്മൂത്ത് കർവാണ്. പിന്നെ ഓരോരോ സ്മൂത്ത് കർവുകളുടെയും ജോയിൻ ആണ്. അതുകൊണ്ട് അതൊരു കോണ്ടൂറാണ്. പിന്നെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ഇത് ഇങ്ങനെ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ വാല്യൂ സെയിം ആയതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒക്കെ കാരണങ്ങൾ കൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോണ്ടൂറാണെന്ന് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ഫിഗർ കാണിക്കണത് എന്താ വെച്ചാൽ നമ്മൾ ഒരു കർവ് വരച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് നമ്മൾ വരച്ചിരിക്കുകയാണ്. ആ കർവിനെ ഡൊമൈനെ രണ്ടായി തിരിക്കാം. ഇൻറ്റീരിയർ ഓഫ് സി എന്നും എക്സ്റ്റീരിയർ ഓഫ് സി എന്നും നമുക്ക് ആ ഡൊമൈനെ രണ്ടായിട്ട് തിരിക്കാം. കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഫിഗറിൻ്റെ ക്ലോസ്ഡ് കർവിൻ്റെ ഈ ഭാഗത്തിനെ നമ്മൾ ഇൻറ്റീരിയർ എന്ന് വിളിക്കും, ഈ ഭാഗത്തിനെ നമ്മൾ ഇൻറ്റീരിയർ എന്ന് വിളിക്കും. അതുപോലെ കർവിൻ്റെ പുറത്തുള്ള ഈ ഭാഗത്തിനെ നമുക്ക് എക്സ്റ്റീരിയർ എന്ന്. ഇൻറ്റീരിയർ എപ്പോഴും എന്തായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? ബൗണ്ടഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയറിന് എന്തില്ല? ബൗണ്ടറി ഇല്ല. അപ്പോൾ എക്സ്റ്റീരിയർ അൺബൗണ്ടഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഈ ബൗണ്ടറിയിലുള്ള പോയിൻറ്റ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ബൗണ്ടറിയിൽ കിടക്കുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് വിളിക്കുക. അതായത് ഇൻറ്റീരിയർ ആണെന്നും എക്സ്റ്റീരിയർ ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ പോയിൻറ്റ്സ് രണ്ടിലും ആ ബൗണ്ടറിയിൽ കിടക്കുകയാണെങ്കിലാണ് നമ്മളതിന് എന്താ പറയുക? ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് പറയും. ഇനി നമുക്കൊരു തിയറം ഉണ്ട്, അതിൻ്റെ പ്രൂഫൊന്നും പഠിക്കാനില്ല. ജോർദാൻ കർവ് തിയറം. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ജോർദാൻ കർവ് എന്ന് പറയുന്നത്? ജെ എന്ന് പറയുന്നത് ഒരു ജോർദാൻ കർവാണ്. അതൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണെന്നാണ് പറയുന്നത്. ക്രോസ് ചെയ്യുന്നൊന്നുമില്ല, സിമ്പിൾ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കർവാണ് ജോർദാൻ കർവ് എന്ന് പറയുന്നത്. ഇനി ഈ കർവിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പോയിൻ്റാണ് എക്സ് എന്ന് പറയുന്നത്. ഇവിടെ കിടക്കുന്ന ഒരു പോയിൻ്റാണ് എക്സ് എന്ന് പറയുന്നത്. അതുപോലെ പുറത്ത് കിടക്കുന്ന ഒരു പോയിൻ്റാണ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റീരിയറിലുള്ളൊരു പോയിൻ്റാണ് എക്സ്, എക്സ്റ്റീരിയറിലുള്ളൊരു പോയിൻ്റാണ് വൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിനെയും വൈനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ അതെന്തായാലും ഏതിനെ മീറ്റ് ചെയ്യും? ഈ കർവിനെ മീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ ജോർദാൻ കർവിനെ, അതായത് ഈ സിമ്പിൾ ക്ലോസ്ഡ് കർവിനെ ഒരു പോയിന്റിൽ എന്തായാലും അത് മീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതാണ് ജോർദാൻ കർവ് തിയറം പറയുന്നത്. ഓക്കെ, വളരെ നമുക്കറിയുന്നൊരു കാര്യം തന്നെയാണിത്. എന്താണ് പറഞ്ഞത്? നമ്മളൊരു കർവ് വരച്ചിട്ട് ഉള്ളിലൊരു പോയിൻറ്റും പുറത്തൊരു പോയിൻറ്റും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതെന്തായാലും കർവിൻ്റെ ഒരു പോയിൻറ്റിനെ മീറ്റ് ചെയ്യും. ഇതാണ് ജോർദാൻ കർവ് തിയറം പറയുന്നത്. ഓക്കെ.